എല്ലാവർക്കും നമസ്കാരം. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന നമ്മുടെ 10th ചാപ്റ്ററിൽ ലിക്വിഡ്സിൻ്റെ പല പ്രോപ്പർട്ടീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു പ്രോപ്പർട്ടി ഉണ്ട്, സർഫസ് ടെൻഷൻ. ഈ സർഫസ് ടെൻഷൻ എന്ന ലിക്വിഡ് പ്രോപ്പർട്ടിയുടെ ഒരു കോൺസിക്വൻസ് ആണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം പരിചയമുള്ള ഒന്നാണിത്. ഒരു കോട്ടൺ വിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു വിളക്ക് കത്തിച്ചിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ തിരി കത്തുന്നതിന് നമുക്കറിയാം ഓയിൽ ആവശ്യമാണ്. പക്ഷേ ഈ തിരി കത്തുന്ന സ്ഥലത്തേക്ക് എങ്ങനെയാണ് ഓയിൽ എത്തുന്നത്? ഈ കോട്ടൺ വിക്കിലൂടെ ഓയിൽ റൈസ് ചെയ്യുന്നു എന്നുറപ്പാണ്. ഇങ്ങനെ കോട്ടൺ വിക്കിലൂടെ ഓയിലിന് റൈസ് ചെയ്യാൻ പറ്റുന്നത് സർഫസ് ടെൻഷൻ്റെ ഒരു കോൺസിക്വൻസ് ആണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കോട്ടൺ വിക്കിൻ്റെ ഫൈബേഴ്സിനിടയിൽ വളരെ നാരോ ആയ സ്പേസസ് ഉണ്ട്. ഈ സ്പേസിനെ നമുക്ക് തിൻ ട്യൂബ്സായി ഇമാജിൻ ചെയ്യാം. ഇങ്ങനെയുള്ള നാരോ ട്യൂബ്സിലൂടെ ലിക്വിഡ് റൈസ് ചെയ്യുന്ന പ്രോപ്പർട്ടിക്ക് നമ്മൾ പറയുന്ന പേര് കാപ്പിലറി റൈസ് എന്നാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിക്വിഡ്സിൻ്റെ കാപ്പിലറി റൈസ് എന്ന പ്രോപ്പർട്ടിയാണ്. സോ കാപ്പിലറി റൈസ് is the property of liquids by which it rises up in narrow tubes in spite of gravity. ഈ കാപ്പില എന്ന വേർഡിൻ്റെ മീനിങ് ഹെയർ എന്നാണ്, മുടി. ഇങ്ങനെ കാപ്പിലറി എന്ന പേര് കൊടുക്കാൻ ഒരു റീസൺ ഉണ്ട്. ഈ ലിക്വിഡ്സ് ട്യൂബിലൂടെ റൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി വെരി നാരോ. എത്രത്തോളം ട്യൂബ് നാരോ ആകുന്നോ അതിനനുസരിച്ച് കാപ്പിലറി ഹൈറ്റിൻ്റെ വാല്യൂവും ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് ഈ പ്രോസസ്സിനെ നമ്മൾ കാപ്പിലറി റൈസ് എന്ന് പറയുന്നത്. ഈ ബ്ലോട്ടിംഗ് പേപ്പർ ഇങ്കിനെ അബ്സോർബ് ചെയ്യുന്നത് കാപ്പിലറി ആക്ഷനാണ്. ഈ പേപ്പറിൽ ചെറിയ ഹോൾസ് ഉണ്ടാവും. ഈ ഹോൾസ് കാപ്പിലറി ട്യൂബ്സ് പോലെ ആക്ട് ചെയ്ത ലിക്വിഡിനെ കാപ്പിലറി റൈസിന് സഹായിക്കുന്നു. ഈ വെറ്റ് സ്പോഞ്ചിന് വാട്ടറിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് കാപ്പിലറി ആക്ഷൻ കൊണ്ടാണ്. ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് കാപ്പിലറി ആക്ഷന്. ഈ ബ്രിക്ക നമ്മൾ വാട്ടറിലേക്ക് ഇമേഴ്സ് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നു. ഇതൊക്കെ കാപ്പിലറി ആക്ഷൻ്റെ ഇല്ലുസ്ട്രേഷൻസ് ആണ്. നമുക്ക് ഇനി ഈ കാപ്പിലറി റൈസിനെ ഒന്ന് ചെയ്തു നോക്കാം. അതിനായി ഈ ബീക്കറിൽ ഞാൻ കുറച്ച് വാട്ടർ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്കൊന്ന് വ്യക്തമായി കാണുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡൈ ആഡ് ചെയ്ത് ആ വാട്ടറിൻ്റെ കളർ ഞാൻ സ്ലൈറ്റായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നോക്കുക, ഞാനൊരു കാപ്പിലറി ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നു. കാപ്പിലറി ട്യൂബ് ഇൻസേർട്ട് ചെയ്തപ്പോൾ നോക്കൂ, ആ കാപ്പിലറി ട്യൂബിലൂടെ വാട്ടർ മുകളിലേക്ക് ഉയർന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കാപ്പിലറി ട്യൂബിൻ്റെ ഏറ്റവും മുകളിലെ വാട്ടറിൻ്റെ ഷേപ്പ് നന്നായി ഒന്ന് നോക്കൂ. ആ ഏറ്റവും മുകളിൽ കാണുന്ന പാർട്ടിനെ നമ്മൾ പറയുന്ന പേര് മെനിസ്കസ് എന്നാണ്. ലിക്വിഡ് മെനിസ്കസ് എന്ന് പറയും. ആ ലിക്വിഡ് മെനിസ്കസിനെ ഞാനിപ്പോൾ ഒന്ന് സ്ക്രീനിൽ എൻലാർജ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും അത് കോൺകേവ് ഷേപ്പാണ്. അപ്പോൾ ആദ്യം അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. വെൻ വാട്ടർ ഈസ് ടേക്കൺ ഇൻ എ ഗ്ലാസ് ട്യൂബ് ദ ലിക്വിഡ് മെനിസ്കസ് വിൽ ബി കോൺകേവ് ഇൻ ഷേപ്പ്. ലിക്വിഡ് മെനിസ്കസ് കോൺകേവ് ആണെങ്കിൽ അവിടെ നമുക്കറിയാം the force of attraction between the molecules of glass and molecules of water is greater than the force of attraction among the water molecules. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. ഈ കോൺകേവ് വാട്ടർ മെനിസ്കസിനെ ഞാനൊന്ന് എൻലാർജ് ചെയ്ത് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഈ വാട്ടർ സർഫസ് ഗ്ലാസുമായി കോണ്ടാക്റ്റിൽ വരുന്ന പോയിന്റിനെ ഞാൻ എം എന്ന് മാർക്ക് ചെയ്യുന്നു. അതിനെ നമുക്ക് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയാം. ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലൂടെ ഞാനൊരു ടാൻജന്റ് വരയ്ക്കുന്നു, ടാൻജന്റ് ടു ദ ലിക്വിഡ് സർഫസ്. നൗ യു സീ there is an angle between this particular tangent and the solid surface inside the liquid, and that angle is called angle of contact or contact angle. ഈ കേസിൽ നോക്കൂ, കോണ്ടാക്ട് ആംഗിളിൻ്റെ വാല്യൂ ലെസ് ദാൻ 90 ആണ്, or it is an acute angle. അങ്ങനെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് അക്യൂട്ട് ആവുന്ന കേസിൽ ഈ ലിക്വിഡിന് സോളിഡിനെ വെറ്റ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. നിങ്ങളിപ്പോൾ കാണുന്നത് കാപ്പിലറി ട്യൂബിൻ്റെ ആക്സിസ് ആണ്.
ഈ ആക്സിസിനെ എമ്മുമായിട്ട് ഒരു പെർപെൻഡിക്കുലർ ലൈൻ കൊണ്ട് ഞാനിതാ ജോയിൻ ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് കാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ് ആണ്. ആ റേഡിയസിനെ ഞാൻ എ എന്ന് മാർക്ക് ചെയ്യുന്നു. ഈ എ എന്നത് വളരെ വളരെ ചെറിയ വാല്യൂ ആണ്. ഈ റേഡിയസ് എം എന്ന പോയിന്റിൽ ദേ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ടല്ലോ. ഈ ആംഗിളിൻ്റെ വാല്യൂ ഉറപ്പായും 90 മൈനസ് തീറ്റ ആയിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു ലിക്വിഡ് മെനിസ്കസ് ഈസ് കോൺകേവ് ഇൻ ഷേപ്പ്. നമുക്കറിയാം കോൺകേവ് സർഫസ് ഈസ് ദ പാർട്ട് ഓഫ് എ സ്പിയർ. ആ സ്പിയറിൻ്റെ സെൻറ്റർ ഞാൻ ദേ സി എന്ന് മാർക്ക് ചെയ്യുന്നു. Now I am joining the point C with M. This will be the radius of the meniscus and I am marking it as R. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് റേഡിയസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് റേഡിയസ് ഓഫ് ദ കാപ്പിലറി ട്യൂബ് എ, ദ നെക്സ്റ്റ് വൺ ഈസ് റേഡിയസ് ഓഫ് ദ മെനിസ്കസ് ദാറ്റ് ഈസ് ആർ. ആൻഡ് യു സീ ബോത്ത് ഓഫ് ദം ആർ ഡിഫറെൻറ്റ്. ഈ രണ്ട് റേഡിയ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയുന്നതിന് ഈ ഫിഗറിലേക്ക് നന്നായി ഒന്ന് നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് സി എം എന്ന ഒരു ലൈൻ കാണാം, എം ടി എന്ന ഒരു ലൈനും കാണാം. എന്താ സി എം? ആ സ്ഫിയറിൻ്റെ റേഡിയസ് ആണ്. എം ടി സ്ഫിയറിൻ്റെ ടാൻജൻ്റ് ആണ്. ഇഫ് സോ ആംഗിൾ സി എം ടി മസ്റ്റ് ബി 90 ഡിഗ്രി. ആ 90 ഡിഗ്രിയിൽ ഫിഗറിലേക്ക് നോക്കൂ, ആംഗിൾ പി എം ടി ഈസ് 90 മൈനസ് തീറ്റ. If so, it is clear that angle CMP is theta, which is the angle of contact. That means the radius of the capillary tube A and radius of the liquid meniscus R can be related through the contact angle theta. നമുക്ക് ഇനി ആ റിലേഷൻഷിപ്പ് ഒന്ന് ഫോം ചെയ്യാം. അതിനുവേണ്ടി you consider the right triangle PMC. What is cos theta from the figure? പറയൂ, cos theta വാല്യൂ പറയൂ. Cos theta equals A divided by R or R equals A by cos theta. So this is the relation that connects the radius of the capillary tube with the radius of the liquid meniscus through the contact angle theta. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു സ്പെറിക്കൽ ഡ്രോപ്പിനകത്തെ എക്സസ് ഓഫ് പ്രഷർ ഡിറൈവ് ചെയ്തിരുന്നു. ആൻഡ് യു നോ the excess of pressure inside a spherical drop is delta P equals 2S by R. ഡ്രോപ്പിനകത്താണ് നമ്മൾ പ്രഷർ എക്സസ് എന്ന് പറഞ്ഞത്. That means on the concave side the pressure is more than outside. ഇവിടെയും ലിക്വിഡ് സർഫസ് കോൺകേവ് ഇൻ ഷേപ്പ് ആണല്ലോ. If so, there is a pressure difference between two sides on the top surface. നമുക്കറിയാം that pressure difference is given by delta P equals 2S by R. That pressure difference depends only on surface tension of the liquid and radius of the liquid meniscus. ഈ R നെ നമുക്കൊന്ന് റീപ്ലേസ് ചെയ്യാം. Now we have the equation for R. R equals A by cos theta. ഞാൻ ആ വാല്യൂ R ന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. So I will get delta P equals 2S by A by cos theta. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാലോ. വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഡെൽറ്റ പി ഈക്വൽസ് 2S cos theta ഡിവൈഡഡ് ബൈ എ. ഈ ലിക്വിഡ് മെനിസ്കസിലേക്ക് ഒന്ന് നന്നായി നോക്കൂ. ഇവിടെ ഞാൻ രണ്ട് പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്, എയും ബിയും. ദ പോയിന്റ് എ ഈസ് ഓപ്പൺ ടു ദി അറ്റ്മോസ്ഫിയർ, സോ ദ പ്രഷർ അറ്റ് എ ഈസ് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ദ പ്രഷർ ഔട്ട്സൈഡ് ദ മെനിസ്കസ് ഓൾസോ മസ്റ്റ് ബി the atmospheric pressure because that also is open to the atmosphere. പക്ഷെ നമ്മൾ കണ്ടു ആ കോൺകേവ് സൈഡിലെ പ്രഷർ കൂടുതലാണ്. That means the pressure at this point which is lying on the meniscus is less than the atmospheric pressure. അപ്പോൾ പോയിന്റിലെ പ്രഷർ കുറവായതുകൊണ്ട് the system will try to increase the pressure at that point. ഈ പോയിന്റിലെ പ്രഷർ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ലിക്വിഡിന് ആകെ ഒരു മാർഗമേ ഉള്ളൂ, ആ കാപ്പിലറി ട്യൂബിലൂടെ മുകളിലേക്ക് പോവുക. സോ ദ പ്രഷർ അറ്റ് ദ പോയിന്റ് ബി വിൽ കണ്ടിന്യൂസ്ലി ഇൻക്രീസ്. പക്ഷെ നമുക്കറിയാം ഈ ലിക്വിഡ് ട്യൂബിലൂടെ കുറച്ച് ഹൈറ്റിലേക്ക് വന്നിട്ട് ഇറ്റ് സ്റ്റോപ്സ് ദെയർ. അങ്ങനെ നിൽക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കും?
ആ പോയിന്റ് എത്തിയപ്പോഴേക്കും എയിലെ പ്രഷറും ബിയിലെ പ്രഷറും ഈക്വലായി മാറിയിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് the pressure exerted by a column of liquid of height h is equal to the difference in pressure. എന്താ നമ്മളിപ്പോൾ പറഞ്ഞത്? h ഹൈറ്റ് ഉള്ള ഈ ലിക്വിഡ് കോളം എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഈ ലിക്വിഡ് മെനിസ്കസിന്റെ രണ്ട് സൈഡിലുമുള്ള പ്രഷർ ഡിഫറൻസിന് ഈക്വൽ ആണ് എന്ന്. ഇതിനെ നമുക്കൊന്ന് ഇക്വേഷൻ ആക്കി എഴുതിയാലോ? That is, delta P is equal to h rho g. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. h is the height of the liquid column, rho is the density of the liquid, and g is acceleration due to gravity. But we know the value of delta P. It is 2s cos theta divided by a. So this equation becomes 2s cos theta by a equals h rho g. Now let's rewrite this equation for the surface tension. We have surface tension S equals h a rho g divided by 2 cos theta. This becomes the expression for surface tension in terms of capillary height, and this explains the process called capillary rise. ഇപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്ത സർഫസ് ടെൻഷൻ്റെ ഇക്വേഷനെ ഞാൻ കാപ്പിലറി ഹൈറ്റിന് വേണ്ടി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. We have h equals 2s cos theta divided by a rho g. Now you can see for a given material and for a given liquid h is proportional to s. അതിൻ്റെ മീനിങ് എന്താ? Capillary height increases with surface tension. So we can conclude that this capillary height is due to the liquid property called surface tension. ഈ ഹൈറ്റ് മറ്റേതെങ്കിലുമൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കൂ. എച്ച് ഡിപ്പെൻഡ്സ് ഓൺ തീറ്റ, ദ കോണ്ടാക്ട് ആംഗിൾ, ആൻഡ് വി നോ കോണ്ടാക്ട് ആംഗിൾ ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ. സോ കാപ്പിലറി ഹൈറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മെറ്റീരിയൽ ഓൾസോ. സി, ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ഓഫ് ദ ട്യൂബ് എ. ദാറ്റ് മീൻസ് ഇഫ് ദ ട്യൂബ് ഈസ് വെരി നാരോ, ദ ഹൈറ്റ് വിൽ ബി മോർ. One more thing you can see, this height is inversely proportional to density of the liquid. അപ്പോൾ ഡെൻസിറ്റി കൂടിയ ലിക്വിഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ വളരെ കുറഞ്ഞ ഹൈറ്റിലേക്ക് മാത്രമേ ഇത് റൈസ് ചെയ്യൂ. അതിൻ്റെ കാര്യം എന്തായിരിക്കും? വളരെ കുറഞ്ഞ ഹൈറ്റ് കൊണ്ട് തന്നെ കൂടുതൽ ഡെൻസിറ്റി ഉള്ള ലിക്വിഡിന് ആ പ്രഷർ ഡിഫറൻസിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. ഒരു കാപ്പിലറി ട്യൂബിലൂടെയുള്ള കാപ്പിലറി റൈസ് ആണ് നിങ്ങളിപ്പോൾ ഈ ഫിഗറിൽ കാണുന്നത്. ലിക്വിഡ് സർഫസ് കഴിഞ്ഞ് മുകളിലേക്കുള്ള കാപ്പിലറി ട്യൂബിൻ്റെ ഹൈറ്റ് 10 സെൻറ്റിമീറ്റർ ആണ് എന്ന് വിചാരിക്കും. ആൻഡ് വാട്ടർ റൈസസ് ടു എ ഹൈറ്റ് ഓഫ് സേ 8 സെൻറ്റിമീറ്റർ. ഞാൻ ആ രണ്ട് ഡിസ്റ്റൻസും ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്കറിയേണ്ടത്, ഞാൻ ഈ ട്യൂബിനെ ഒരു 4 സെൻറ്റിമീറ്റർ വെച്ചങ്ങ് കട്ട് ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദ ലിക്വിഡ്? അപ്പോൾ ട്യൂബിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഹൈറ്റ് ഇവിടെ ഇല്ല. ഈ ലിക്വിഡ് ഓവർഫ്ലോ ചെയ്യുമോ എന്നാണ് നമുക്കറിയേണ്ടത്. ഇത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ഇതിൻ്റെ ആൻസറിലേക്ക് എത്തുക. അതിനാവശ്യമായ ഒരു ഹിൻറ്റ് ഞാൻ പറയാം. നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്ത സർഫസ് ടെൻഷൻ്റെ ഇക്വേഷൻ നോക്കൂ. എസ് ഈക്വൽസ് എച്ച് എ റോ ജി ഡിവൈഡഡ് ബൈ 2 cos theta. In this expression, we know a is the radius of the capillary tube and theta is the contact angle. But a by cos theta is r, the radius of the meniscus. അപ്പോൾ a by cos theta പകരം നമുക്ക് ഈ ഇക്വേഷനിലേക്ക് r എന്നൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ? s ഈക്വൽസ് എച്ച് ആർ റോ ജി ഡിവൈഡഡ് ബൈ 2. ഒരു ഗിവൺ ട്യൂബിലൂടെ ഒരു ഗിവൺ ലിക്വിഡ് റൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും ഈ എക്സ്പ്രഷനിൽ there are only 2 variables. The variables are h and r. So we can say HR equals a constant. നമ്മൾ നേരത്തെ കണ്ട പ്രോബ്ലത്തിൻ്റെ ആൻസറിലേക്ക് എത്താനുള്ള ഒരു ഹിൻ്റാണ് ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ HR ഈക്വൽസ് എ കോൺസ്റ്റൻറ്റ്. അതിൽ ഓർക്കുക, H ഈസ് വേരിയബിൾ, R ഓൾസോ ഈസ് എ വേരിയബിൾ, ബട്ട് ദെയർ പ്രോഡക്റ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്.
നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാപ്പിലറി റൈസിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ന്യൂമറിക്കൽ ചെയ്യാം. ഞാനൊരു ക്വസ്റ്റ്യൻ വായിക്കാം, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എഴുതൂ. When a capillary tube of radius 0.05 centimeter is inserted vertically into an open vessel of water, water rises to a height of 2.98 centimeter. Calculate surface tension of water. Given density of water equals 1000 kilogram per meter cube. നോക്കൂ, ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നോക്കൂ. വെൻ എ കാപ്പിലറി ട്യൂബ് ഓഫ് റേഡിയസ് 0.05 സെന്റിമീറ്റർ, റേഡിയസ് ഓഫ് ദ കാപ്പിലറി ട്യൂബ് ഈസ് ഗിവൺ. ആ കാപ്പിലറി ട്യൂബിന്റെ റേഡിയസിന്റെ വാല്യൂ നോക്കൂ, 0.05 സെന്റിമീറ്റർ. ഇറ്റ് ഇസ് വെരി സ്മോൾ. ആ സ്മോൾ വാല്യൂവിനെ നമ്മൾ എ എന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്തത്. സോ വി ക്യാൻ റൈറ്റ് എ ഈക്വൽസ് 0.05 centimeter, which is equal to 0.05 into 10 raised to minus 2 meter. ക്വസ്റ്റ്യൻ്റെ ബാക്കി പാർട്ട് നോക്കൂ. The tube is inserted vertically into an open vessel of water and water rises to a height of 2.98 centimeter. That is the capillary height. Capillary height H equals 2.98 centimeter, which is equal to 2.98 into 10 raised to minus 2 meter. Density of water is given. Let's take it as a rho. So rho equals 1000 kilogram per meter cube. നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നോക്കൂ. കാൽക്കുലേറ്റ് ദ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ. കാപ്പിലറി ഹൈറ്റിൻ്റെ ടേംസിൽ നമ്മൾ ലിക്വിഡിൻ്റെ സർഫസ് ടെൻഷന് ഇപ്പോൾ ഒരു ഇക്വേഷൻ ഡെറൈവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഇക്വേഷൻ ഈസ് S equals HA rho G divided by 2 cos theta. Here theta is the angle of contact between glass and water. For pure water and clean glass, the angle of contact theta is nearly 0. And if angle of contact is 0, radius of the capillary tube and radius of the meniscus will be the same. നമ്മൾ നേരത്തെ കണ്ട ഫിഗറിലും നേരത്തെ നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷനിലും നിങ്ങൾക്കത് ക്ലിയർ ആവും. സോ വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ സർഫസ് ടെൻഷൻ? എസ് ഈക്വൽസ് ഹാഫ് എച്ച് എ റോ ജി. ഈ ഇക്വേഷനിലേക്ക് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നിങ്ങളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. എസ് ഈക്വൽസ് 2.98 ഇൻറ്റു 10 raised to minus 2, ദാറ്റ്സ് ദ വാല്യൂ ഓഫ് എച്ച്, ഇൻറ്റു എ ഈസ് ദ റേഡിയസ് അല്ലേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ വാല്യൂ. 0.05 into 10 raised to minus 2 into, then you have density of the liquid, that is 1000 into G, which is 9.8 divided by 2. Calculate you. On calculation, you will get the correct answer as surface tension equals 7.3 into 10 raised to minus 2 Newton meter inverse. So this is the surface tension of water. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഒരു ഗ്ലാസ് ട്യൂബിലൂടെ റൈസ് ചെയ്തിരിക്കുന്ന മെർക്കുറി കോളത്തിൻ്റെ മെനിസ്കസ് ആണ്. നേരത്തെ കണ്ട മെനിസ്കസിൽ നിന്നും ഒരു ലാർജ് ഡിഫറൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ദ ലിക്വിഡ് സർഫസ് ഈസ് നോട്ട് കോൺകേവ് ഇൻ ഷേപ്പ്, ദ ലിക്വിഡ് സർഫസ് ഈസ് കോൺവെക്സ്. കഴിഞ്ഞ കേസിൽ നമ്മൾ കണ്ടതാണ് പ്രഷർ ഓൺ ദ കോൺകേവ് സൈഡ് ഈസ് മോർ. പ്രഷർ ഓൺ ദ കോൺകേവ് സൈഡ് ഈസ് മോർ മീൻസ് പ്രഷർ ഓൺ ദ കോൺവെക്സ് സൈഡ് ഈസ് ലോ. അപ്പോൾ ഇവിടെ കോൺവെക്സ് സൈഡിലെ പ്രഷർ ലോ ആണ്. തിരിച്ചു പറയുകയാണെങ്കിൽ ലിക്വിഡ് സർഫസിൽ വരുന്ന പോയിന്റ്സിലെ പ്രഷർ കൂടുതലാണ്. തീർച്ചയായും മെർക്കുറി ട്രൈ ചെയ്യുന്നത് ഇവിടുത്തെ പ്രഷർ കുറയ്ക്കാനാണ്. പ്രഷർ കുറയ്ക്കണമെങ്കിൽ ലിക്വിഡ് കോളം താഴേക്ക് മൂവ് ചെയ്യണം. ഇത് പോസിബിൾ ആണോ, ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ന്യൂമറിക്കൽ ചെയ്ത് നോക്കാം. ഈ കേസിലെ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റിൻ്റെ വാല്യൂ ഒപ്റ്റ്യൂസ് ആയിരിക്കും എന്നോർക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വരച്ച ഈ ഫിഗർ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഈ കാപ്പിലറി ട്യൂബിലൂടെയുള്ള ലിക്വിഡ് റൈസ് ചെയ്യുന്നതിന് പകരം ഫോൾ ചെയ്യുന്നോ എന്നറിയുന്നതിനായി നമുക്കിത് ഈ ന്യൂമറിക്കൽ ഒന്ന് ചെയ്ത് നോക്കാം. എഴുതൂ ഒരു ക്വസ്റ്റ്യൻ. മെർക്കുറി ഹാസ് ആൻ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഓഫ് 140 degree with soda lime glass.
a narrow tube of radius 1.00 millimeter made of this glass is dipped in a tray containing mercury. By what amount does the mercury dip down in the tube relative to the liquid surface outside? Given surface tension of mercury at the temperature of the experiment is 0.465 Newton meter inverse and density of mercury is 13.6 into 10 raised to 3 kilogram per meter cube. നോക്കൂ, ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. മെർക്കുറി ഹാസ് ആൻ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഓഫ് 140 ഡിഗ്രി. നമ്മൾ മുമ്പേ പ്രതീക്ഷിച്ചതാണ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റിൻ്റെ വാല്യൂ ഒബ്റ്റ്യൂസ് ആണ് ആൻഡ് ദ വാല്യൂ ഇസ് ഗിവൺ തീറ്റ ഈസ് ഈക്വൽ ടു 140 ഡിഗ്രി. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് നോക്കി, എ നാരോ ട്യൂബ് ഓഫ് റേഡിയസ് 1 millimeter. ട്യൂബിൻ്റെ റേഡിയസ് ആണ് തന്നിരിക്കുന്നത് 1 millimeter. സോ വി ക്യാൻ റൈറ്റ് എ ഈക്വൽസ് 1 millimeter which is equal to 10 raised to minus 3 meter. എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നോക്കൂ. ബൈ വാട്ട് എമൗണ്ട് ഡസ് ദ മെർക്കുറി ഡിപ്പ് ഡൗൺ ഇൻ ദ ട്യൂബ്. കാപ്പിലറി ഡിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻസ് ഫോം ചെയ്തിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, കാപ്പിലറി ഹൈറ്റ് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. എന്ത് ഡിഫറൻസ് വരുമെന്ന് നോക്കാം. സോ വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ കാപ്പിലറി ഹൈറ്റ് എച്ച്. എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ അഡീഷണൽ ആയിട്ട് തന്നിരിക്കുന്നത് നോക്കൂ. Surface tension of the liquid at the temperature of the experiment is given. S equals 0.465 Newton meter inverse and density of mercury is given rho equals 13.6 into 10 raised to 3 kilogram per meter cube. ആ മെർക്കുറിയുടെ ഡെൻസിറ്റി കണ്ടോ, 13.6 times denser than water ആണ്. And mercury is the liquid which is having the highest density. നമ്മൾ സർഫസ് ടെൻഷൻ്റെ ഇക്വേഷൻ ഡെറൈവ് ചെയ്തിട്ടുണ്ട്. S equals HA rho G divided by 2 cos theta. Let's rewrite this equation for capillary height H. ചെയ്തു നോക്കൂ നിങ്ങൾ. H equals 2S cos theta divided by A rho G. ഈ ഇക്വേഷനിലേക്ക് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സി, നിങ്ങൾ ചെയ്തിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഇതുപോലെ തന്നെയാണോ നോക്കൂ. 2 into 0.465 into cos 140 divided by 10 raised to minus 3 into 13.6 into 10 raised to 3 into 9.8. ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. യു ക്യാൻ യൂസ് എ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ. സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഡിഗ്രി മോഡിലാണ് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം കോസ് 140 കാൽക്കുലേറ്റ് ചെയ്യുക. എത്രയും നിങ്ങൾക്ക് ആൻസർ കിട്ടിയത്? യു വിൽ ഗെറ്റ് എച്ച് ഈക്വൽസ് 5.34 into 10 raised to minus 3 meter. നോക്കൂ, ആ ആൻസറിനോടൊപ്പം ഒരു നെഗറ്റീവ് സൈൻ കൂടി ഇല്ലേ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ് നെഗറ്റീവ് സൈൻ? ദ ലിക്വിഡ് ഈസ് നോട്ട് റൈസിംഗ് അപ്പ് ഇൻ ദ ട്യൂബ്. ഇൻസ്റ്റെഡ് ദ ലിക്വിഡ് ഈസ് ഫോളിംഗ് ബൈ 5.34 into 10 raised to minus 3 meter. ആ നെഗറ്റീവ് സൈൻ വന്നത് എവിടെ നിന്നാ? ആ കോസ് 140 എന്ന ടേമാണ് നമുക്ക് ഈ നെഗറ്റീവ് സൈൻ തന്നത്. അപ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ആണ് ഡിസൈഡ് ചെയ്തത് ലിക്വിഡ് റൈസ് ചെയ്യണമോ അതോ ഫോൾ ചെയ്യണമോ എന്നത്. ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സർഫസ് ടെൻഷൻ എന്ന ലിക്വിഡ് പ്രോപ്പർട്ടിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസിക്വൻസ് ആണ്. ഈ കാപ്പിലറി റൈസിനെ ബേസ് ചെയ്ത് നിങ്ങളൊരു ചെറിയ അസൈൻമെൻറ്റ് ചെയ്യുക. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത മുഴുവൻ തിയറിയും ഒന്നുകൂടി പഠിച്ചതിന് ശേഷം വേണം ഈ അസൈൻമെൻറ്റ് ട്രൈ ചെയ്യാൻ. ഒരു ക്വസ്റ്റ്യൻ എഴുതൂ. എ യൂണിഫോം കാപ്പിലറി ട്യൂബ് ഓഫ് ഇന്നർ റേഡിയസ് R is dipped vertically into a beaker filled with water. The water rises to a height of h in the capillary tube above the water surface in the beaker. The surface tension of water is S. The angle of contact between water and the wall of the capillary tube is theta. State whether the following statements are true or false.
Write the first statement. For a given material of the capillary tube, H decreases with increase in R. You have to just say whether this statement is true or false. Write the next one. If this experiment is performed in a lift going up with a constant acceleration, then H decreases. ഈ എക്സ്പെരിമെൻ്റ് ഒരു ലിഫ്റ്റിനകത്ത് വെച്ച് നമ്മൾ പെർഫോം ചെയ്യുന്നു എന്ന് വിചാരിക്കും. അങ്ങനെ പെർഫോം ചെയ്താൽ വാല്യൂ ഓഫ് എച്ച് വിൽ ഡിക്രീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്തിട്ട് വേണം ഈ പാർട്ട് ട്രൈ ചെയ്യാൻ. അതിനുശേഷം ഫ്രീ ആയി ഫോൾ ചെയ്യുന്ന ഒരു ലിഫ്റ്റിനകത്ത് വെച്ച് നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്താൽ എച്ചിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്നുകൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. എന്താണ് നിങ്ങളുടെ ആൻസറിൻ്റെ റീസൺ എന്നുകൂടി എഴുതിയിട്ട് ഇത് നിങ്ങളുടെ സ്കൂളിലെ ഫിസിക്സ് സാറിന് സബ്മിറ്റ് ചെയ്യുക. ഇന്നത്തെ ഈ ക്ലാസ്സോടുകൂടി മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്റർ അവസാനിക്കുകയാണ്. എക്സാമിന് വളരെയധികം വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ് ഇത്. ഈ ചാപ്റ്റർ വളരെ നന്നായി പഠിച്ച് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.